ഞാനും ബ്രദറും സിസ്റ്ററും ലോയും കൂടെ ഒരു ഹോളിഡേ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ ഇറങ്ങിയതാണ്. നേരത്തെ ഇറങ്ങണം എന്നൊക്കെയായിരുന്നു പ്ലാൻ, ബട്ട് ആസ് യൂഷ്വൽ ലേറ്റ് തന്നെയാണ്. കിടുക്കാച്ചി മഴയും ഒടുക്കത്തെ ട്രാഫിക്കുമായിരുന്നു. അവസാനം നമ്മൾ ചെന്നെത്തി ഈ രാജസ്ഥാൻ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എത്രത്തോളം ഷോപ്പ് ഹോളിക്കാണെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് കണ്ട് മനസ്സിലാക്കി കാണും. ഒട്ടും തെറ്റിയില്ല. അവിടെ ഫുൾ വളകളും കമ്മലുകളുമായിരുന്നു. വളരെ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്കത് ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. അതുകൊണ്ടൊന്നും മേടിക്കാൻ നിന്നില്ല. ബട്ട് ആസ് യൂഷ്വൽ കമ്മലുകൾ ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒന്നും മേടിച്ചില്ല. ദേ ഈ കാണുന്നതാണ് ചന്നപട്ന ടോയ്സ്. ടോയ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ചന്നപട്ന എന്ന സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ടോയ്സാണ് ഇതൊക്കെ. ഈ ചന്നപട്ന എന്ന് പറയുന്ന സ്ഥലം തന്നെ വൺ ഡേ ഡെസ്റ്റിനേഷനായിട്ട് പോകാൻ പറ്റുന്നതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ആഡഡ് ടു ദ ബക്കറ്റ് ലിസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ പോയത് നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ, യെസ്, ഡ്രസ്സസ്. ഒരു വിൻഡോ ഷോപ്പിംഗ് പ്ലാൻ ചെയ്താണേ പോയത്. ബട്ട് കൈവിട്ടുപോയി, ചീറ്റിപ്പോയി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ കാണുന്നതും കയ്യിൽ പിടിച്ചിരിക്കുന്നതും സെയിം ഡ്രസ്സല്ലേന്ന്. ബട്ട് അല്ല, മുദ്ര ശ്രദ്ധിക്കണം, രണ്ടും ഡിഫറെൻ്റ് ആണ്. ബട്ട് അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കുറച്ച് ഡ്രസ്സസ് ഒക്കെ കിട്ടിയായിരുന്നേ അവിടെ നിന്ന്. നെക്സ്റ്റ് നമ്മൾ പോയത് ഈ ചേട്ടൻ്റെ കടയിലേക്കാണ്. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒത്തിരി പ്രതിമകൾ, ശിവൻ, കൃഷ്ണൻ, ലാഫിംഗ് ബുദ്ധ, ഫൗണ്ടൻ, ഗണപതി, അങ്ങനെ ഒത്തിരി പീസസ്. എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് വരെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ബേസിക്കലി ഒരു ബുദ്ധ ഫാൻ ആയതുകൊണ്ട് ഒരു ബുദ്ധൻ്റെ പ്രതിമ എടുത്ത് വെച്ച് മുട്ടൻ ബാർഗൈനിങ്. പക്ഷെ അങ്ങേരെന്ത് ചെയ്യുന്നു, വലിയ വലിയ ബുദ്ധകൾ കാണിച്ച് എന്നെ പ്രലോഭിപ്പിക്കുന്നു. പക്ഷെ ഞാൻ വീണില്ല. ഒരു കൃഷ്ണനെയും ബുദ്ധനെയും വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് കേക്ക് ഹബ് എന്ന് പറയുന്ന ഈ ബേക്കറിയിലേക്കാണ്. ഇതൊരു മലയാളി നടത്തുന്ന സ്റ്റോറാണ്. ഹിസ്റ്ററിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വായിച്ചോ. പേരറിയാത്ത ഒത്തിരി വെറൈറ്റീസ് ഓഫ് കേക്ക്സ് അവിടെ ഉണ്ടായിരുന്നു. ഇതല്ലാതെ ഒത്തിരി സ്നാക്സും ഉണ്ട്. നമ്മളൊരു 4 ഡിഷസ് ഓർഡർ ചെയ്തു. ചീസ് കേക്ക്, ചോക്ലേറ്റ് കേക്ക്, പനീർ ആൻഡ് ഗോബി ഫ്രൈ. ഫുഡൊക്കെ പൊളിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഡിവൈഡ് ചെയ്ത് വീണ്ടും ഊബർ വിളിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തി. ചിലവാക്കിയ കാശൊക്കെ ഉണ്ടെങ്കിൽ ഒരു SIP തുടങ്ങിക്കൂടിയെന്ന് അവൻ്റെ വക ഉപദേശം. ബട്ട് ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. Let's live the moment. Hope you liked this video. Until then, tata bye bye, see you.